ജർമ്മനി FST BFD വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവര് വിസ റിജക്ഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട എംബസി ചെക്ക് ലിസ്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ജർമ്മൻ കോൺസുലേറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക. india.diplo.de. ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസസ് എടുക്കുക. സർവീസസിൽ വിസ സർവീസസിൽ നാഷണൽ വിസ കൊടുക്കുക. നാഷണൽ വിസയിൽ ചെക്ക് ലിസ്റ്റുകളുണ്ട്. ചെക്ക് ലിസ്റ്റിന്റെ അകത്ത് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ വോളണ്ടറി സർവീസസ് വിസ FST BFD കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യുന്നവർക്കുള്ള കാറ്റഗറിയാണ് ഇത്, വോളണ്ടറി സർവീസസ് എന്നുള്ളത്. ഇതിൽ നമുക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നോക്കാം. 2 സെറ്റ് ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഇതിന് വേണ്ടത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം, ഡിക്ലറേഷൻ ഫോംസ്, പാസ്പോർട്ട് കോപ്പി, മോട്ടിവേഷൻ ലെറ്റർ. മോട്ടിവേഷൻ ലെറ്റർ നമ്മൾ തയ്യാറാക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഡീറ്റെയിലിംഗ് എക്സ്പെക്ടേഷൻസ്, ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ്, ആൻസിപ്പേറ്റഡ് കരിയർ ആൻഡ് പേഴ്സണൽ ബെനിഫിറ്റ്സ് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ് തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ CV, കോൺട്രാക്ട് വെക്കുമ്പോൾ കോൺട്രാക്റ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എംപ്ലോയറും അതുപോലെ തന്നെ നിങ്ങളും ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അതിൻ്റെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. എന്ത് ടൈപ്പ് വോളണ്ടറി സർവീസസ് ആണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ആക്ച്വൽ വർക്ക് പ്ലേസ് എവിടെയാണ് വരുന്നത്, നിങ്ങളുടെ സ്റ്റൈഫിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവണം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ ബെനിഫിറ്റ്സ് കിട്ടേണ്ട 812 യൂറോയാണ് ഒരു മാസത്തിൽ കിട്ടേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇൻഷുറൻസ് എക്സ്ക്ലൂഡഡ് ആണ്. ഫ്രീ ആയിട്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 452 യൂറോ നമുക്ക് സ്റ്റൈഫൻഡ് ലഭിച്ചാലും മതിയാവും. ഇപ്പം ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 302 യൂറോയാണ് നമുക്ക് ലഭിക്കേണ്ട സ്റ്റൈഫൻഡ്. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കോൺട്രാക്റ്റിൽ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ BFD FST കാറ്റഗറിക്ക് പ്രൂഫ് ഓഫ് ബേസിക് നോളജ് ഓഫ് ജർമ്മൻ ലാംഗ്വേജ് ആണ് അവർ ചോദിക്കുന്നത്. അത് B1 ഫുൾ മോഡ്യൂൾ അല്ലെങ്കിൽ B2 ഫുൾ മോഡ്യൂൾസ് ആണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ചോദിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ എംപ്ലോയർ സൈഡിൽ നിന്നുള്ള റിട്ടേൺ കൺഫർമേഷൻ ആണെങ്കിലും മതി. പക്ഷെ അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവണം. ഇതിൽ പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്ററിൽ നിങ്ങൾ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്ന ലെറ്ററിൽ പറയേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ആവശ്യമില്ല. യു ആർ നോട്ട് റിക്വയർഡ് ടു ഹാവ് German language skills or that you will attend German classes during the voluntary services. നിങ്ങൾ അവിടുന്ന് ജർമ്മൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള പ്രൂഫാണ് വേണ്ടത്. ഈ ഒരു പ്രൂഫ് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഓർക്കുക. പലരും B2 അല്ലെങ്കിൽ B1 പാർഷ്യൽ മൊഡ്യൂൾസ് വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാംസിന് അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ലെറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പ്രകാരം നിങ്ങൾക്ക് ഇപ്പോൾ വിസ റിജക്ഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ 3 ഫോട്ടോഗ്രാഫ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ട്രാവൽ ഹെൽത്ത് ഇൻഷുറൻസ് അത് ഫുള്ളി കവേർഡ് ചെയ്യണം. സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഒരു 3 മാസം 6 മാസത്തേക്കൊക്കെയാണ് സാധാരണ എടുക്കുന്നത്. പക്ഷെ ഇതിൽ ഫുള്ളി കവേർഡ് ആയിരിക്കണം എന്ന് ഓൾറെഡി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ FST വിസ റിജക്ഷൻ വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.